കർത്താവ് നമുക്ക് ദാനമായി തന്ന ഈ നല്ല പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നീതിയിൽ വിതയ്ക്കുവിൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ഇതാകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ഒരു കാലത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ കാലത്തിന് ഒരുപാട് വിശേഷതകളുണ്ട്. കൊയ്ത്തും വിതയും ഒന്നുമില്ലാതെ തരിശു നിലമായി നമുക്ക് അവകാശപ്പെട്ട അനേക നിലങ്ങളെയും വസ്തുവകകളെയും ചുറ്റുപാടുകളെയും ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കണ്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇസ്രായേലിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കണ്ടപ്പോൾ വേറൊരു കാഴ്ച കൂടെ കണ്ടു. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകും. അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ഉണ്ടാക്കുന്നതായ വിഗ്രഹങ്ങളെക്കുറിച്ചും വിഗ്രഹ സ്തംഭങ്ങളെക്കുറിച്ചുമൊക്കെ തിരുവചനത്തിൽ നമ്മൾ ധാരാളം വായിക്കാറുണ്ട്. ദൈവം മനുഷ്യനെ കുറ്റപ്പെടുത്താറുണ്ട്, അവരെ ശാസിക്കാറുണ്ട്, അവരെ നല്ല രീതിയിലേക്ക് വഴി തിരിച്ചു വിടാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുകയാണ്, ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. മോശമായ അഭിപ്രായമല്ല, നല്ല അഭിപ്രായം. അവൻ ശക്തിയുള്ളവനാണ്, ദേശത്ത് പടർന്ന് വർദ്ധിച്ചിരിക്കുന്നു, അവന് സകലവിധ നന്മകളും അവന് ലഭിക്കുന്നു, അവൻ പഴയ രീതിയിൽ നിന്നെല്ലാം അങ്ങ് ഉയർന്നു, ധാരാളം ഫലങ്ങൾ അവൻ കൊയ്യുന്നുണ്ട്, അവൻ കൂട്ടിവെക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രശ്നം, അവന്റെ ഫലത്തിന് തക്കവണ്ണം, അവന്റെ പേരിന് തക്കവണ്ണം, പ്രശംസയ്ക്ക് തക്കവണ്ണം ദേശത്തിലും കൂട്ടുകാർക്കിടയിലും ജോലി ചെയ്യുന്നിടത്തും അല്ലെങ്കിൽ അവൻ വസിക്കുന്നതായ ഇടങ്ങളിലൊക്കെയും ആരാധിക്കുന്ന ആരാധന സ്ഥലങ്ങളിലുമൊക്കെ അവന് നല്ല പേരും പെരുമകളും ഒക്കെ ഉണ്ട്. ആ പെരുമയ്ക്കും ആ പേരിനും പ്രശസ്തിക്കും അനുസരിച്ച് ഭംഗിയുള്ള ദൈവീകമായിട്ടുള്ള വിഗ്രഹ സ്തംഭങ്ങളെ അവൻ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഗോഡ്ലി ഇമേജസ്. ഹി മെയ്ഡ് ഗോഡ്ലി ഇമേജസ്, ബ്യൂട്ടിഫുൾ ഇമേജസ്. ആരും കണ്ടാൽ പഴിക്കുകയില്ല. എന്നാൽ അതിന്റെ പശ്ചാത്തലം അതിന് ഉപയോഗിച്ചത്, അതിന് ഷാഡോ ആയിട്ട് ഉപയോഗിച്ചത് ദൈവത്തിന്റെ പേര്, ആരാധനയുടെ പേര്, ആത്മീയത്തിന്റെ പേര്. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അങ്ങനെ ആ സ്വഭാവം മനുഷ്യനിൽ വളർന്ന് 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 ആദായം കൊടുക്കുന്നതായ പല ദേശങ്ങളും തരിശു നിലങ്ങളായി മാറി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ദൈവം ഒരാണ്ടിന്റെ അവസാനത്തിൽ, ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, അല്ലയോ ഇസ്രായേലെ, നീ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു സത്യം. നല്ല പേരും പ്രശംസയും ഒക്കെ നിനക്കാകുന്നിടത്തൊക്കെ ആരാധനയുടെ മഹത്വങ്ങളും ദൈവികമായിട്ടുള്ളതായ വിഗ്രഹ സ്തംഭങ്ങളും ഒക്കെ സ്ഥാപിച്ച് നീ സന്തോഷവാനാണ്. പക്ഷെങ്കിൽ നീ അറിയാതെ നിനക്കുള്ളതായ അനേക നിലങ്ങൾ തരിശു നിലങ്ങളായി മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. വിതയുമില്ല, കൊയ്ത്തുമില്ല. അവിടെ നിന്നുള്ളതായ വരുമാനം കുറഞ്ഞു 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 വരുന്നത് നിന്റെ കാഴ്ചയിൽ പെട്ടില്ല. അതുകൊണ്ട് ദൈവം നിന്നെ ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, യഹോവയെ അന്വേഷിപ്പാനുള്ളതായ കാലം ഇതാകുന്നു. ദൈവത്തെ അന്വേഷിപ്പാനുള്ള കാലം ഇതാകുന്നു. അതുകൊണ്ട് ദൈവം വന്ന് നിനക്ക് വേണ്ടി നീതി വർഷിപ്പിക്കാൻ പോകുന്നതായ കാലം ഇതാ നിന്റെ അടുത്ത വാതിൽക്കൽ നിൽക്കുന്നു. അല്പനാളുകൾ കൂടെ കഴിഞ്ഞതിന് ശേഷം ദൈവം നിന്നെ സന്ദർശിച്ച് നിന്റെ അപാകതകളെയൊക്കെ മാറ്റി തരിശു നിലങ്ങളെ എല്ലാം ഫലവത്തായ മുന്തിരിത്തോട്ടമാക്കി മാറ്റും. പക്ഷെങ്കിൽ നമുക്കൊരു ഡ്യൂട്ടി കർത്താവ് തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? തരിശു നിലങ്ങളെ ഉഴുത് വൃത്തിയാക്കി ഫലങ്ങളെ വിതയ്ക്കുവാൻ, വിത്തുകളെ വിതയ്ക്കുവാൻ തക്കതായ നല്ല ഒരു പ്രതലമായി ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ ദൈവം കടന്നു വന്ന് അതിന്മേൽ നീതി വർഷിപ്പിക്കുകയുള്ളൂ. നോക്കൂ,
കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ദൈവം നമ്മെ ധാരാളം വയലുകൾ ഏൽപ്പിച്ചു, ധാരാളം വസ്തുവകകൾ ഏൽപ്പിച്ചു. നമ്മൾ പല ദേശങ്ങളിലും വസ്തുവകകളിലും വയലുകളിലും പടർന്ന് പന്തലിച്ച മുന്തിരിവള്ളിയായി തീർന്നു. ഫലങ്ങൾ നമ്മുടെ ആഗ്രഹത്തിന് പ്രകാരം വളരെയധികം ഫലങ്ങൾ നമ്മൾ അതിൽ നിന്നൊക്കെ എടുത്തു. പക്ഷെങ്കിൽ ദൈവത്തിനായിട്ടൊന്നും വന്നില്ല, ദൈവത്തിനായിട്ട് അത് ഉപകരിച്ചില്ല. നീ എടുത്തതായ ഫലങ്ങളൊക്കെയും നീ സമ്പാദിച്ചതായ ഫലങ്ങളൊക്കെയും ആത്മീയ ഭാഷയിൽ ദൈവിക സാദൃശ്യമുള്ളതായ, ദൈവത്തിന്റെ പേര് പറഞ്ഞതായ, അല്ലെങ്കിൽ ആരാധനയോടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതായ അനേകം മനോഹാരിതമായ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കുവാൻ നിന്റെ ഫലങ്ങൾ അത് നഷ്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടു. നിനക്ക് ലാഭമെന്ന് തോന്നിയെങ്കിലും ദൈവത്തിന് നഷ്ടം. ദൈവം ഇരുന്ന് നോക്കുകയാണ്, ദൈവത്തെങ്കിലേക്ക് എന്ത് വന്നു, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ എന്ത് അത് സമ്പാദിക്കപ്പെട്ടു. നോക്കിയപ്പോൾ ശൂന്യമായി കിടക്കുകയാണ്. നീ കൊണ്ടുവന്നതായ ഫലങ്ങളൊക്കെയും നിനക്ക് മനോഹരമായിട്ടുള്ളതായ വിഗ്രഹങ്ങളെ സ്ഥാപിക്കുവാൻ, വിഗ്രഹ സ്തംഭങ്ങളെ സ്ഥാപിക്കുവാൻ അതെല്ലാം ഉപയോഗിക്കപ്പെട്ടു പോയി. സാരമില്ല, ദൈവം നിന്നോട് പറയുകയാണ്, നീ അറിയാതെ നിന്റെ കൃഷി സ്ഥലങ്ങളും വയലുകളും ഒക്കെ ഇതാ തരിശു നിലങ്ങളായി മാറിപ്പോയി. ഈ വർഷത്തിന്റെ അവസാനത്തെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു, അതെല്ലാം ഒന്ന് ഉഴുക, ഒന്ന് പാകമാക്കുക. വിതയ്ക്കുന്നതിന് വേണ്ടി, നീതി കൊയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദയക്കൊത്തവണ്ണം അതിനെ വിതച്ച് കൊയ്യുവാൻ, നീതി വിതച്ചുകൊണ്ട് ദയക്കൊത്തവണ്ണം കൊയ്യുവാനും അതിനെ ഫലവത്താക്കി ദൈവത്തിന് പ്രസാദമുള്ളതായ ഒരു വയലാക്കി മാറ്റേണ്ടതിന് നീ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള കാലം ഇതാകുന്നു. ഇനിയും അല്പനാളുകൾ മാത്രമാണ് ഈ വർഷത്തിന്റെ അവസാന കാലത്തിൽ സമയത്തേക്ക് നമ്മുടെ മുൻപിൽ ദൈവം അവശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവം ഈ നാളുകളിൽ നിന്നോട് സംസാരിക്കുവാനുള്ളത് പല ഭാഷകളിലും പല രീതിയിലും പല രൂപങ്ങളിലുമൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ധാരാളമായി ഇടപെട്ടു. അതിന്റെ എല്ലാം അർത്ഥങ്ങൾ, അതിന്റെ താല്പര്യം, നിന്റെ നിലങ്ങളെ, തരിശായി കിടക്കുന്ന നിലങ്ങളെ ഒന്ന് ഉഴുക, ഒന്ന് വൃത്തിയാക്കുക. ഫലമുണ്ടെന്നാണ് നീ വിചാരിച്ചത്. തീർച്ചയായിട്ടും ഫലമുണ്ട്, ധാരാളം ഫലം കായ്ക്കുന്നുണ്ട്. അത് നിന്റെ ദൃഷ്ടിയിൽ. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ഫലവത്തായി വന്നില്ല. ദൈവത്തിന് അത് പ്രയോജനപ്പെടണമെങ്കിൽ നീതിയിൽ വിതയ്ക്കപ്പെടണം, ദയക്കൊത്തവണ്ണം കൊയ്യണം. എന്താണ് ഈ ദയക്കൊത്തവണ്ണം കൊയ്യുക എന്ന് പറഞ്ഞാൽ? കൊയ്യുമ്പോൾ നിന്റെ പുറകിൽ കാലാപെറുക്കാൻ നിൽക്കുന്നതായ ചിലരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ചില കതിരുകൾ മാറ്റിയിടണം. ദയക്കൊത്തവണ്ണം കൊയ്യണം. കൊയ്യുന്നതിന് ചില പ്രമാണമുണ്ട്, നീതല്ലെങ്കിൽ വിതയ്ക്കുന്നതിന് ചില പ്രമാണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പലപ്പോഴും അത് ദയയും നീതിയും വിശ്വസ്തതയും മറന്നു പോകുന്നതായ വിതയും കൊയ്ത്തുമായി മാറിപ്പോയി. ദൈവം പറയുകയാണ്, സാരമില്ല, നീ അറിയാതെ തരിശായി കിടക്കുന്നതായ ആ നിലങ്ങളെ ഈ വരും കാലങ്ങളിൽ നിനക്ക് പ്രയോജനമുള്ളതാക്കി കൃഷിയോഗ്യമാക്കി തീർക്കേണ്ടതിന് ദൈവം കടന്നു വരുന്നു. ദൈവം അതിന്മേൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്കിടയിൽ, നിന്റെ ആത്മീക മണ്ഡലത്തിൽ, ഭൗമിക മണ്ഡലത്തിൽ, നിന്റെ താല്പര്യങ്ങളുടെ മണ്ഡലത്തിൽ, ആഗ്രഹങ്ങളുടെ മണ്ഡലത്തിൽ, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മണ്ഡലത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അത് ഉഴുന്ന് പാകപ്പെടുത്തിയതായ ഒരു നിലമായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം നീതി വർഷിപ്പിക്കുവാൻ കടന്നു വരുന്ന സമയങ്ങൾ ഇതാ അടുത്തു വരുന്നു. ഇതാകുന്നു ദൈവത്തെ അന്വേഷിപ്പാനുള്ള കാലം. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, മറ്റൊരു കാലമല്ല, ഇതാകുന്നുവല്ലോ ദൈവത്തെ അന്വേഷിപ്പാനുള്ള കാലം. ഈ കാലത്ത് നീ മൗനമായിരുന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? നിർജ്ജന പ്രദേശത്ത് നീ മൗനമായിരിക്കുന്നുവെങ്കിൽ യോർദാന്റെ വൻകാട് നിന്റെ മുൻപിൽ കടന്നു വരികയാണ്. കാലാളുകളോട് നീ ഓടിപ്പോയി, നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടി നീ എങ്ങനെ ഓടും? എഴുന്നേൽക്കുക. നിന്റെ തരിശു നിലങ്ങളിലേക്കുള്ളതായ ഒരു ദർശനം നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ധാരാളം പ്രദേശങ്ങൾ ദൈവം നിനക്ക് അവകാശമാക്കി തന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നീ അത് നിന്റെ പേരിൽ വെച്ചിരുന്നു എങ്കിലും തരിശു നിലങ്ങളായി ദൈവം കാണുന്നു. അതിനെ ഉഴുത് പാകപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിന്മേൽ നീതി വർഷിപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദയയ്ക്കും വിശ്വസ്തതയ്ക്കും അനുസരിച്ച് ദൈവം നിനക്ക് നല്ലൊരു കാലത്തെ വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് താല്പര്യപ്പെടുന്നു. ദൈവം നിന്നെ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരേണ്ടതിന് നിന്റെ ഇഷ്ടപ്രകാരം മാത്രമല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൂടെയും ഒരു അനുഗ്രഹ സമ്പത്തുള്ളവനായി തീരുവാൻ ദൈവം നിന്നെ കുറിച്ച് പ്രത്യാശിക്കുന്നു. അതിനായി ദൈവം നിന്നെ ഒരുക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.